എന്തെങ്കിലും വേണ്ടത്ര പ്രധാനപ്പെട്ടതാണെങ്കിൽ, സാധ്യതകൾ നിങ്ങൾക്ക് എതിരാണെങ്കിലും നിങ്ങൾ അത് ചെയ്യണം. നമ്മളിൽ പലരും സ്വയം പരിമിതപ്പെടുത്തുന്ന ചിന്തകളെക്കുറിച്ച് വേദനയോടെ അറിയുന്നില്ല. ഒരിക്കൽ നമ്മളെക്കുറിച്ച് നിഷേധാത്മകമായ ഒരു വിശ്വാസം സ്വീകരിച്ചാൽ അത് തെറ്റാണെന്ന തെളിവുകൾ അവഗണിക്കുകയും അത് ശരിയാണെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ സ്വീകരിക്കുകയും ചെയ്യും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നെഗറ്റീവ് ചിന്തകളെ നമ്മൾ ഇരട്ടിയാക്കുന്നു. കാര്യങ്ങൾ നന്നായി നടക്കുമ്പോൾ, ജീവിതം നല്ലതായിരിക്കുമ്പോൾ ആർക്കും ക്ഷമയോടെ ഇരിക്കാൻ കഴിയും. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നു. തടസ്സങ്ങൾ നിങ്ങളുടെ കപ്പലിൽ നിന്ന് കാറ്റിനെ തട്ടുകയോ നിഷേധാത്മക ചിന്തയിലേക്ക് നിങ്ങളെ നയിക്കുകയോ ചെയ്യരുത്. വിജയിക്കാൻ നമ്മൾ എപ്പോഴും ബാധ്യസ്ഥനല്ല. പകരം എല്ലാ ദിവസവും എഴുന്നേറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചത് ചെയ്യുന്നു എന്ന വസ്തുതയെ അടിസ്ഥാനമാക്കി നമ്മൾ വിജയിക്കുകയാണെന്ന് നമുക്ക് തോന്നണം. വിജയത്തിന് രഹസ്യങ്ങളില്ല. അത് തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയത്തിൽ നിന്ന് പഠിക്കുന്നതിന്റെയും ഫലമാണ്. കഴിവുള്ള ആളുകൾ അങ്ങനെയാണ് ജനിച്ചതെന്ന് വിശ്വസിക്കുന്നത് ഒരു പൊതു തെറ്റാണ്. വാസ്തവത്തിൽ ഇതിന് അർപ്പണബോധവും വർഷങ്ങളുടെ പരിശീലനവും ആവശ്യമാണ്. നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾ നിരാശരായേക്കാം. പക്ഷെ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നിസ്വാർത്ഥമായ കാര്യങ്ങളിൽ ഒന്നാണ് ക്ഷമ. നിങ്ങൾ ആവശ്യപ്പെടുന്നത് കുറയുകയും കൂടുതൽ കൊടുക്കുകയും കൂടുതൽ ക്ഷമിക്കുകയും ചെയ്യുന്നത് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രയോജനം ചെയ്യും. സംസാരിക്കുമ്പോൾ കൈകൾ കൊണ്ട് ആക്ഷനുകൾ കാണിക്കുന്ന പുരുഷന്മാര് സ്ത്രീകളുടെ കണ്ണിൽ കൂടുതൽ ആകർഷണം ഉള്ളവരാണ്. ആകണോ വേണ്ടയോ എന്നത് വിട്ടുവീഴ്ചയുടെ പ്രശ്നമല്ല. ഒന്നുകിൽ നിങ്ങൾ ആയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആകാതിരിക്കുക. നിങ്ങൾക്ക് ഉള്ളതിൽ നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. നിങ്ങൾക്ക് ഇല്ലാത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മതിയാകില്ല. വിജയം ഒരിക്കലും നിങ്ങളുടെ തലയിൽ കയറാൻ അനുവദിക്കരുത്. പരാജയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കരുത്. പഠനങ്ങൾ പറയുന്നു, ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ നുണ കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു നുണ സഹായിക്കും. വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾക്ക് ആ സമയത്ത് കടുത്ത സമ്മർദ്ദം ഉണ്ടാകും. അവർക്ക് ഉടൻ സ്നേഹവും പരിചരണവും ആവശ്യമാണ്. അമിതമായി ഉറങ്ങുന്ന ആളുകൾ ദുഃഖവും ഏകാന്തതയും അനുഭവിക്കുന്നവരായിരിക്കും.